Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എസ്.കെ ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്ക് നാളത്തെ മാർക്കറ്റിൻ്റെ ഒരു ഔട്ട്ലുക്ക് നമുക്ക് നോക്കാം. ഇന്ന് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 143 പോയിൻറ്റിൻ്റെ ഒരു ഡൗൺ മൂവ്മെൻ്റ് ആയിരുന്നു. അതുപോലെ സ്മോൾ ക്യാപ്പ് പിന്നെ പറയേണ്ട ആവശ്യമില്ല, നമ്മളെപ്പോഴും പറയാറുന്ന പോലെ സ്മോൾ ക്യാപ്പ് വളരെ വീക്കാണ്. നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് വരാം. നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്നിട്ട് ഞാൻ ഇന്നലെ വരഞ്ഞതാണ് ഇവിടെ. ഓൾ ടൈം ഹൈയിൽ നിന്ന് നല്ലൊരു സെല്ലിംഗ് പ്രഷറാണ്. നമ്മൾ വിചാരിക്കുന്നത് ഈ ഒരു റേഞ്ച് സപ്പോർട്ട് എടുക്കുന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു താഴ്ത്ത് വരച്ച ഈ ഒരു ട്രെൻഡ് ലൈന് ഞാൻ അതിൻ്റെ കളറൊന്ന് റെഡാക്കാം. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുക്കുമോ നമുക്ക് നോക്കാം. അത് സപ്പോർട്ട് എടുത്തിട്ടില്ല. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഈ 25,800 എന്നുള്ള റേഞ്ച് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ റേഞ്ച് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിഫ്റ്റിയിൽ വീണ്ടും ചെറിയൊരു താഴത്തോട്ടൊരു മൂവ്മെൻ്റ് ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. അതല്ല, ഈ റെഡ് ലൈനിൽ നിന്ന് ടച്ച് ചെയ്ത് മേലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും നല്ലൊരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ടൊരു മൂവ്മെൻറ്റം കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ നമുക്ക് സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പ് ഇന്നൊരു 98 പോയിൻറ്റിൻ്റെ ഒരു ഹോളായിരുന്നു. നമ്മൾ വരച്ച ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ ആ റേഞ്ചിൽ തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ വരുന്ന റീസൺ അടുത്ത ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17,670 എന്നുള്ള റേഞ്ചാണ്. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു വീണ്ടും താഴത്തോട്ട് വരുന്ന ഒരു 17,500 ആ 17,450 ആ റേഞ്ചിലോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സ്മോൾ ക്യാപ്പിൽ. സ്മോൾ ക്യാപ്പ് വളരെ വീക്കാണ് നിഫ്റ്റിയും അതുപോലെ ബാക്കിയുള്ള ഇൻഡെക്സുകളൊക്കെ അപേക്ഷിച്ചിട്ട്. നമ്മൾ ഇന്നലെ ഒരു സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേദാന്ത എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക്. ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്ന ഒരു കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ എടുക്കാം എൻട്രി എന്നുള്ളത്. അപ്പോൾ കറണ്ട് മാർക്കറ്റ് ഇന്നലെ ഉണ്ടായിരുന്നൊരു എനിക്ക് തോന്നുന്നൊരു 533 ആ റേഞ്ചായിരുന്നു. ഇന്ന് ഒരു 538 ഏകദേശം അതേ റേഞ്ചിൽ തന്നെ നമുക്ക് ഇന്ന് എൻട്രി കിട്ടിയിട്ടുണ്ടാവും. പേപ്പർ ട്രേഡാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ എൻട്രി എടുത്തവർ കുഴപ്പമില്ല, ഹോൾഡ് ചെയ്യാം. പൊതുവേ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കാൻ ശ്രമിക്കുക, മാർക്കറ്റ് വീക്കായതുകൊണ്ട്. ഇനി നമുക്ക് നാളത്തേക്ക് നോക്കാൻ പറ്റിയൊരു സ്റ്റോക്ക് നോക്കാം. നമ്മളൊരു ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, മാർക്കറ്റ് ഒരു വീക്കുമാണ്. എന്നാലും നമ്മളൊരു എന്താ പറയുക, നമ്മൾ ടെക്നിക്കലി വെച്ച് നോക്കുമ്പോൾ ചില സ്റ്റോക്കുകളിലൊരു പോസിറ്റിവിറ്റി കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകളാണ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്റ്റോക്കാണ് ഈ ബെൽ റൈസ് എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക്. ഇതൊരു ലിസ്റ്റായിട്ട് കുറച്ച് നാളായിട്ടുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ ഇതിൻ്റെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മേലൊരു ട്രെൻഡ് ലൈൻ ബ്ലൂ ലൈൻ വരച്ചിട്ടുണ്ട്. ആ ഒരു ബ്ലൂ ലൈൻ നല്ല റെസ്പെക്ട് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിലേക്കൊരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 173 എബോ നമുക്കിതിലേക്കൊരു എൻട്രി നമുക്ക് നോക്കാം. സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഈ ഒരു ലോ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വയ്ക്കാം. ഒരു 163 റേഞ്ചൊക്കെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് നോക്കാം. അതുപോലെ ടാർഗറ്റായിട്ട് നമുക്ക് ഒരു 1:1.5 എങ്കിലും കിട്ടണം. ഏകദേശം നമുക്കൊരു 192 നമുക്ക് ടാർഗറ്റ് വെച്ചിട്ട് ഈ ഒരു സ്റ്റോക്ക് ഒരു ഷോർട്ട് ടൈമിലേക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഒറ്റ സ്റ്റോക്കാണ് നമ്മൾ പറയുന്നത്, കാരണം ഒരുപാട് സ്റ്റോക്കുകളൊന്നും പറയുന്നില്ല. ഒന്നാമത്തെ മാർക്കറ്റ് വീക്കാണ്. പൊതുവെ ആളുകൾ ഇങ്ങനെ സ്വിംഗ് ട്രേഡുകളൊന്നും അങ്ങനെ അധികം ചെയ്യാറില്ല. അത്രയും സെലക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രമാണ് മൂവ് ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് നല്ലൊരു ട്രെൻഡ് റിവേഴ്സലോ അതുപോലെ സ്മോൾ ക്യാപ്പിൽ നല്ലൊരു മൊമെൻറ്റോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് ചെറിയ ക്വാണ്ടിറ്റി മാത്രം ട്രേഡ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക, പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ഇട്ട് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.